എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +2 പരീക്ഷയിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാർച്ചിലെ 2024 പരീക്ഷയ്ക്ക് ഹാജരാവാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ പരീക്ഷയിൽ നിശ്ചിതമായിട്ടുള്ള യോഗ്യത നേടാൻ സാധിക്കാതെ വരികയോ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേവ് ഇയർ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ സേവ് പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുക നിങ്ങൾക്ക് +2-വിൽ നിങ്ങൾ മാർച്ചിൽ നടന്ന പരീക്ഷയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുക. നിങ്ങൾ മുൻ വർഷത്തിൽ +2 പരാജയപ്പെട്ട ശേഷം +1 കമ്പാർട്ട്മെൻറ്റലായിട്ട് അതല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് വീണ്ടും എഴുതിയ വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. കാരണം ഓൾറെഡി നിങ്ങളുടെ ആ ഒരു +2 ഓട്ടോമാറ്റിക്കലി രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. അതായത് +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാതിരിക്കുകയോ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയിൽ മതിയായ മാർക്ക് ലഭിക്കാതെ വരികയോ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജൂൺ 12-ാം തീയതി മുതലാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ തിയറി പേപ്പറിന് 150 രൂപയും തിയറിയും പ്രാക്ടിക്കലും ഉണ്ടെങ്കിൽ 175 രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ നിങ്ങൾക്ക് കുറഞ്ഞത് D+ ഗ്രേഡ് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മതിയായ മിനിമം മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഏതാണോ തിയറിയാണോ അല്ലെങ്കിൽ വൊക്കേഷണൽ പ്രാക്ടിക്കൽ പരീക്ഷയാണോ ജയിക്കാത്തത് ഏത് ആണ് അതിനനുസരിച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. തിയറിക്കും വൊക്കേഷണൽ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കും നിങ്ങൾ ജയിച്ചിട്ടില്ലെങ്കിൽ രണ്ടിനും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും അതുപോലെ ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുള്ളതെങ്കിൽ അതിലേതെങ്കിലും ഒന്നുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത്തരം വിദ്യാർത്ഥികൾ ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് അതായത് നിങ്ങൾ നോൺ വൊക്കേഷണൽ വിഷയങ്ങളുടെ പ്രായോഗിക പരീക്ഷയ്ക്ക് ഹാജരാകാത്തവർ പ്രസ്തുത വിഷയത്തിൻ്റെ പ്രായോഗിക പരീക്ഷയ്ക്ക് മാത്രം ഹാജരായാൽ മതിയാകും. ഇത്തരം വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ മൂല്യനിർണ്ണയത്തിന് ഹാജരാവാതിരുന്നാൽ ആ ഒരു വിഷയത്തിന് ആബ്സെൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ആയിരിക്കും എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2024 ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഒരു വിഷയം മാത്രം എഴുതാവുന്നതാണ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട്. ഈ ഒരു സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുക. സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ അതേ ടൈം ടേബിളും അതേ ചോദ്യപേപ്പർ തന്നെയായിരിക്കും ഈ ഒരു വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതിൽ ഏറ്റവും മികച്ച സ്കോറായിരിക്കും ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ പരിഗണിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് ഈ ഒരു വർഷം മാത്രമേ അവസരം കിട്ടുള്ളൂ. അടുത്ത വർഷം നിങ്ങൾക്ക് വീണ്ടും അവസരം നൽകുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ താല്പര്യപ്പെടുന്നവർ ആ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മാർക്ക് മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. ഈ ഒരു ഫോമല്ല അതായത് ഈ ഒരു സർക്കുലറിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വായിച്ച് നോക്കുക. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് അടക്കാനുള്ള അവസാന തീയതി മെയ് 15-ഉം 600 രൂപ ഫൈനോടുകൂടി മെയ് 17-ാം തീയതിയുമാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ ടൈം ടേബിൾ ഇതാണ്. ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു എക്സാമിനേഷന് പങ്കെടുക്കാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ ആ ഒരു ടൈം ടേബിൾ അല്ല ആ ഒരു ആപ്ലിക്കേഷൻ ഫോം. സേ പരീക്ഷ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു ഫോമാണ് ഫില്ല് ചെയ്തിട്ട് സ്കൂളിൽ നൽകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.